ഇന്നൊരു അടിപൊളി ക്രാഫ്റ്റ് ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം. അപ്പോൾ എന്താണെന്നറിയോ, എനിക്ക് ഇത് മനസ്സിലായില്ലെങ്കിൽ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, അതിന് നിങ്ങൾ ആൻസർ കമൻറ്റ് ഇടുക. അതാട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ ദേശീയ പുഷ്പം ഏതാ, അതാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. മറ്റൊന്നുമല്ല, താമര തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒന്നുമില്ല, റേഡിയസ് ഞാൻ നേരത്തെ കാണിച്ചില്ലേ, 10, 9, 8, 6, 4 ഇങ്ങനെ സെൻറ്റിമീറ്ററിലുള്ള വട്ടം വെട്ടിയെടുക്കുക. പിന്നെ ഇതുപോലെ ഓരോന്നും മടക്കി കൊടുത്തിട്ട് നമ്മളങ്ങനെ ഓരോന്നും 4 വണ്ണം മടക്കിയിട്ട് ഇതുപോലെ വെട്ടിയിട്ട് നമ്മളെന്താ മൊത്തം വെട്ടിക്കരുത്. നമ്മൾ ആ സെൻറ്ററില്ലേ, ആ സെൻറ്ററിൻ്റെ അറ്റം വരെ കൊണ്ടുവന്ന് വെട്ടുക. എന്നിട്ട് നമ്മളിങ്ങനെ ഓരോന്നും മടക്കി ഇങ്ങനെ കൊടുത്തു കൊടുക്കുക. ഇങ്ങനെ ഓരോന്നും ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് എന്തായാലും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യും. ഇതുപോലത്തെ അടിപൊളി വീഡിയോസായിട്ട് ഞാൻ ഇനി വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഒന്നുമില്ല, ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയില്ലേ അതുപോലെ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് തിരിച്ച് വെക്കുക. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയത് കമഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ ഓരോന്നിൻ്റെ ആദ്യം 10 വയ്ക്കുക, പിന്നെ 9, 8, 6, 4, 3 ഇങ്ങനെ ഓരോന്നും നമ്മൾ നേരത്തെ ഉണ്ടാക്കിയത് അതിൻ്റെ ഉള്ളിൽ ഒഴിച്ച് പശ ഒട്ടിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ ഫ്രണ്ടിൽ നിന്ന് ടോപ്പിൽ നിന്ന് കാണിച്ചിട്ടും സൈഡിൽ നിന്ന് കാണിച്ചിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടു. ഞാൻ ഇത്രയും നാളിത് ചെയ്യാതിരുന്നതാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എനിക്ക് മടിയാണ്. ഞാൻ വിചാരിച്ചത് ഭയങ്കര കഷ്ടപ്പാടാണ്, ഒത്തിരി വെട്ടണം, ഒത്തിരി ചെയ്യണം. ഒന്നും വേണ്ട, നമുക്കിത് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എന്ത് വീഡിയോസാണ് വേണ്ടതെന്ന് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ചാനൽ എന്തായാലും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാം ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ നമ്മളിതുപോലെ മഞ്ഞയില്ലേ, ഇതൊരു 4 സെൻറ്റിമീറ്റർ, 3.5-4 സെൻറ്റിമീറ്റർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതുപോലെ ഇങ്ങനെ കുരുകുര അങ്ങ് വെട്ടിക്കൊടുക്കുക. വെട്ടിക്കൊടുത്തതിന് ശേഷം നമ്മളിത് ചുരുട്ടി കൊടുക്കുക. ഇങ്ങനെ ചുരുട്ടി കൊടുത്തിട്ട് നമുക്കിപ്പോൾ കറക്റ്റ് മഞ്ഞ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ കളർ അടിച്ചത് വെക്കുക. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ഇതുപോലെ അതിൻ്റെ ഉള്ളിൽ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. നേരിട്ടാണ് അതിലടിയ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ അടിപൊളിയാണ്. ഇനി താഴെ ഇല വെക്കുക. ഞാൻ ഇല അത്രയും പോയിൻ്റ് ഔട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് 8 സെൻറ്റിമീറ്റർ ആയിട്ട് എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് ഇത്രേ ഉള്ളൂ. എങ്ങനെയുണ്ട്? ഭയങ്കര ഫ്രണ്ടിൽ നോക്കുമ്പോൾ അടിപൊളിയാണ്.